ലയൺസ് ക്ലബ് കോതമംഗലം ഈസ്റ്റ് സ്വപ്നഭവന പദ്ധതിയിൽ പണിത് നൽകുന്ന മൂന്നാമത് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു. ലയൺസ് ഇന്റർനാഷണൽ 318C ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്വപ്നഭവന പദ്ധതിയുടെ ഭാഗമായി ലയൺസ് ക്ലബ് കോതമംഗലം ഈസ്റ്റ് മൂന്നാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നടത്തി. ലയൺസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ശിലാസ്ഥാപനം നിർവഹിച്ചു. ലയൺസ് പ്രസ്ഥാനം എപ്പോഴും കാഴ്ചയ്ക്ക് വേണ്ടി 100 വർഷം പടപൊരുതിയ പ്രസ്ഥാനമാണെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ മാനവരാശിയുടെ ആരോഗ്യത്തിന് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആഗോളതലത്തിൽ ഒത്തിരിയേറെ നിരവധി പദ്ധതികളാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നാണ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ്. ഈ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് ചെയ്യുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ലോകത്ത് ഏറ്റവും ഒരു നല്ല ലോകം സൃഷ്ടിക്കപ്പെടുന്നത് എപ്പോഴാണ്? നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് കൈകോർക്കുമ്പോഴാണ്. സാധാരണ ജനങ്ങളിലേക്ക് കൈകോർക്കുമ്പോൾ അവർക്കൊരു സ്വന്തമായ ഒരു കുടുംബമുണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് സ്വന്തമായ ഒരു വീടും കൂടെ ഉണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ശക്തി ഒന്ന് വേറെയാണ്. ആ മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ രാജൻ നമ്പൂതിരി കാണിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിക്കൊണ്ട് 100 വീടിനുള്ള 3 കോടി രൂപയോളം നമുക്ക് CSR ഫണ്ട് കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണെങ്കിലും അതിൻ്റെ ഇരട്ടി ഫണ്ടുകൾ ചെലവാക്കുവാൻ ക്ലബിൻ്റെ ഭാരവാഹിത്വങ്ങൾക്കും ലയൺസ് നേതൃത്വത്തിനൊക്കെ സാധിക്കുന്നു. ക്ലബ് ലെവൽസിൽ നടക്കുന്നു എന്നതും വളരെ സന്തോഷമായ കാര്യമാണ്. ക്ലബ്ബ് പ്രസിഡന്റ് ലൈജു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. സ്വപ്നഭവന ഡിസ്ട്രിക്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് മംഗിലി മുഖ്യപ്രഭാഷണം നടത്തി. റീജിയൻ ചെയർമാൻ മാത്യൂസ് KC, കോർഡിനേറ്റർ ജോർജ് എടപ്പാറ, പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ക്ലബ് സെക്രട്ടറി ഗിരീഷ് കുമാർ, ട്രഷറർ ടോണി മാത്യു, മുൻ പ്രസിഡന്റ് G രാജു, സാജു KC, തങ്കൻ P, സജീവ് KG, ഷാജി KO, മത്തായി കോട്ടക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. പിണ്ടിമന പഞ്ചായത്തിൽ മുത്തംകുഴിയിലെ ഒരു കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ദുരിതം അനുഭവിക്കരുത്, ചേർത്ത് പിടിക്കുക. ഉള്ളവരുടെ കൂടെയല്ല, ഇല്ലാത്തവരെ മനസ്സറിഞ്ഞ് അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമ്മളെ ജനം അറിയുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മൾ ആരായിരുന്നു ജനഹൃദയങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നത് താഴ്മയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. അപ്പോൾ 75ാമത്തെ വീടെന്ന് പറയുമ്പോൾ ഒരു ഭവനമില്ലാത്തവൻ്റെ വേദന അറിയുന്നതിന് ഭവനമില്ലാത്തവരുമായി നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരിപ്പോൾ നിലവിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക കൊടുത്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് മുമ്പോട്ട് പോകാൻ ഏറെ പ്രയാസപ്പെടുകയാണ്. പണിക്ക് പോകുന്ന ഒരു ജയമോൻ മാത്രമാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു കൊച്ചു സഹായമാണെങ്കിലും അത് വലിയൊരു സഹായമായിട്ടാണ് ആ കുടുംബം കാണുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.